എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി സ്കൂൾ ട്രാൻസ്ഫർ അതുപോലെ പുനഃപ്രവേശനം അതായത് റീ അഡ്മിഷൻ എന്നിവ സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫറിന് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ട്രാൻസ്ഫറുകളെക്കുറിച്ച് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ ട്രാൻസ്ഫർ ആവശ്യമായിട്ടുള്ളത്, അതായത് നിലവിലെ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണ്ടത്, ആ ഒരു സ്കൂളിൽ നിങ്ങൾ നിലവിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെയിം കോഴ്സ് കോമ്പിനേഷനും അതുപോലെ സെയിം സെക്കൻഡ് ലാംഗ്വേജിലും വാക്കൻസി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ബയോളജി സയൻസ് ആണ് പഠിക്കുന്നത് എന്ന് വിചാരിക്കുക. ബയോളജി സയൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബയോളജി സയൻസ് ആണ് പഠിക്കുന്നത്, സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ മലയാളമാണ് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ A എന്ന സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ B എന്ന സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വേണം. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ബയോളജി സയൻസും അതായത് ആ ഒരു ബയോളജി സയൻസ് ബാച്ചിലെ മലയാളം സെക്കൻഡ് ലാംഗ്വേജിൽ ഈ ഒരു നിങ്ങൾ B എന്ന ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് അവിടെ ആ ഒരു വാക്കൻസി ഉണ്ടായിരിക്കണം. അത് B എന്ന സ്കൂളിൽ നിലവിൽ നിങ്ങൾ A എന്ന സ്കൂളിൽ ബയോളജി സയൻസ് സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ് പഠിക്കുന്നത്. അപ്പോൾ B എന്ന സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് മാറാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ B എന്ന സ്കൂളിൽ ഈ ഒരു ബയോളജി സയൻസിലും വാക്കൻസി ഉണ്ടായിരിക്കണം. അതുപോലെ ബയോളജി സയൻസിലെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആയിട്ടുള്ള ആ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ സീറ്റ് വാക്കൻസി ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കൂൾ ട്രാൻസ്ഫർ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിന് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ +2 അതായത് +1 പരീക്ഷ എഴുതിയിട്ടുള്ള, അതായത് +2 ഇനി അടുത്ത വർഷം +2 പഠിക്കാനായിട്ട് ഇരിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാം. ഇനി എങ്ങനെയാണ് ഈ ഒരു വാക്കൻസിയും കാര്യങ്ങളൊക്കെ അറിയുക എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫർ വേണ്ടത്, ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വാക്കൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ നിന്നും വാക്കൻസി റിപ്പോർട്ട് വാങ്ങിക്കുക. അതുപോലെ അത് നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും നിങ്ങൾ ആ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറുന്നതിന് എതിർപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അതായത് നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ്, അതായത് NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിലവിൽ പഠിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ ഇങ്ങനെ ഇത് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഏത് സ്കൂളിലേക്കാണോ മാറേണ്ടത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. അതായത് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലേക്ക് വരാനായിട്ട് താല്പര്യമുള്ള കാര്യം, അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ആ ഒരു സ്കൂൾ പ്രിൻസിപ്പാളിന് നിങ്ങൾ മാറുന്നതിൽ എതിർപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കാര്യവും, അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ മാറാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന സെയിം കോഴ്സ് കോമ്പിനേഷനും സെക്കൻഡ് ലാംഗ്വേജിലും വാക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ ഒരു അപേക്ഷകളൊക്കെ സമർപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു എത്ര വരെയാണ്, എപ്പോൾ മുതലാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് +2 ക്ലാസ് ആരംഭിച്ച് ഏകദേശം 30 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജൂൺ 15 തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം. കാരണം ഈ ഒരു ജൂൺ 30 തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാൾമാർ എടുക്കേണ്ടതായിട്ട് വരും. അതായത് ഈ ഒരു സ്കൂൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള ഈ തീരുമാനമെടുക്കുന്ന സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 15 വരെ നിങ്ങൾക്ക് സ്കൂൾ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ വാക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സെയിം കോഴ്സ് കോമ്പിനേഷനും സെയിം സെക്കൻഡ് ലാംഗ്വേജിലും വാക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വാക്കൻസി റിപ്പോർട്ട്, അതുപോലെ തന്നെ നിങ്ങൾ സ്കൂൾ മാറുന്നതിന് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് എതിർപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള NOC സർട്ടിഫിക്കറ്റ്, ഇത്രയുമാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സർക്കുലർ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ജൂൺ 15 തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു സ്കൂൾ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കണം. അതുപോലെ തന്നെ റീ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ആവശ്യമുള്ളവർക്ക് അതിനും അപേക്ഷിക്കാവുന്നതാണ്. അതായത് റീ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ +1 ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ +1 ശേഷം പിന്നീട് പഠിക്കാതെ ആ ഒരു +2 പഠിക്കാതെ നിർത്തിയിട്ട് പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ +2 പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ സെയിം സെക്കൻഡ് ലാംഗ്വേജ് അതുപോലെ തന്നെ സെയിം കോഴ്സ് കോമ്പിനേഷനിൽ നിങ്ങൾ പഠിച്ചിരുന്ന ആ ഒരു സ്കൂളിൽ വാക്കൻസി ഉണ്ട് എങ്കിൽ റീ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷയും നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ സ്കൂൾ പ്രിൻസിപ്പാളാണ് എടുക്കുക. അതുപോലെ തന്നെ അതുപോലെ ചില കാര്യങ്ങളിൽ ഈ ഒരു ഡയറക്ടറും കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നുണ്ട്. അത് ഏതിലൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ സർക്കുലറാണ്. അപ്പോൾ ഇത്തവണ വീണ്ടും ഇതേപോലെ ഒരു സർക്കുലർ വരുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു ഉത്തരവ് പ്രകാരം ഈ ഒരു ഉത്തരവ് 2009-2010 അധ്യയന വർഷം മുതൽ വ്യക്തമായിട്ടുള്ള ഉത്തരവ് ഓരോ വർഷവും സർക്കാർ പുറപ്പെടുവിക്കാറുണ്ട്. ഒന്നാം വർഷ സ്റ്റേറ്റ് സിലബസിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗവൺമെൻറ് എയ്ഡഡ് അതുപോലെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ച് ഒന്നാം വർഷ പരീക്ഷ എഴുതിയ കുട്ടികളുടെ സബ്ജക്റ്റ് കോമ്പിനേഷനിലും അതുപോലെ തന്നെ രണ്ടാം ഭാഷയിലും മാറ്റം ഇല്ലാതെയുള്ള സ്കൂൾ ട്രാൻസ്ഫറിന് വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു മാറ്റം ഇല്ലാതെയുള്ള സ്കൂൾ പ്രവേശനത്തിന് സ്കൂൾ മാറ്റ അപേക്ഷകൾ പരിഗണിച്ച് സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ പ്രവേശനം നൽകുന്നതിനുള്ള അധികാരം അതത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാർ ആയിരിക്കും. ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പരസ്പരം സ്കൂൾ മാറ്റം അനുവദനീയമാണ്. രണ്ടാം വർഷത്തേക്കുള്ള സ്കൂൾ മാറ്റ അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ ഏകജാല പ്രവേശന സംവിധാനം മുഖേന പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിൻസിപ്പാളിന് സ്കൂൾ മാറ്റം അനുവദിക്കാവുന്ന വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ജൂൺ 15 അപേക്ഷകൾ അതത് സ്കൂളുകളിലെ
സ്കൂളുകളിൽ നൽകേണ്ടതും പ്രിൻസിപ്പൽമാർ അവ പരിഗണിച്ച് അർഹതയുള്ളവർക്ക് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകേണ്ടതുമാണ്. അതിനുശേഷം മാത്രമേ മറ്റു വിഭാഗങ്ങൾക്കുള്ള വേക്കൻസി റിപ്പോർട്ട് നൽകേണ്ടതുള്ളൂ. ഒരു വേക്കൻസിക്ക് ഒരു അപേക്ഷന് മാത്രമേ വേക്കൻസി റിപ്പോർട്ട് നൽകാവൂ. അതുപോലെ തന്നെ ഈ ഒരു കാര്യം പ്രിൻസിപ്പൽമാരാണ് ശ്രദ്ധിക്കേണ്ടത്. സൂചന 1 പ്രകാരം സർക്കാർ ഉത്തരവിൽ നിഷ്കർഷിക്കുന്ന പ്രകാരം മറ്റ് സംസ്ഥാനം, രാജ്യം അല്ലെങ്കിൽ CBSE തുടങ്ങിയ പാഠ്യപദ്ധതികളിൽ നിന്നും പഠനം പൂർത്തിയാക്കി പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരള ഹയർ സെക്കൻഡറി 2ാം വർഷ പ്രവേശനം അനുവദിക്കാനുള്ള സൂചന 4 കത്ത് മുഖേന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം വിദ്യാർത്ഥികൾക്ക് 2ാം വർഷത്തേക്ക് ഒഴിവുള്ള ഹയർ സെക്കൻഡറി സീറ്റുകളിൽ ലാറ്ററൽ എൻട്രി മുഖേന പ്രവേശനം നൽകുന്ന കാര്യത്തിൽ സബ്ജക്റ്റ് കോമ്പിനേഷനിൽ മാറ്റമില്ലെങ്കിൽ അനുമതി നൽകുവാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. ഇത്തരത്തിൽ 2ാം വർഷം പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ റെഗുലർ സ്കീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഡയറക്ടറേറ്റ് 2025 മാർച്ച് മാസത്തിൽ, അതായത് ഇനി 2026 എന്നാണ് വരിക, അപ്പോൾ 2026 മാർച്ച് മാസത്തിലെ പൊതുപരീക്ഷയോടൊപ്പം നടത്തുന്ന ഇംപ്രൂവ്മെന്റ് ഓർ സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് 1ാം വർഷത്തെ 2ാം ഭാഷ ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകളുടെ എല്ലാ വിഷയങ്ങളും പരീക്ഷ എഴുതണം. ഈ ഒരു സ്കോറുകൾ കൂടി പരിഗണിച്ചായിരിക്കും അവരുടെ അന്തിമ ഫലം നിർണ്ണയിക്കുക. ഇവർ 1ാം വർഷ പരീക്ഷകൾക്ക് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള തുടർ മൂല്യനിർണ്ണയത്തിന്, അതായത് ഒരു പ്രൊജക്റ്റും അസൈൻമെൻറ്റ് പോലുള്ളവർക്ക് വിധേയമാകണം. അതുപോലെ തന്നെ 2024 ജൂൺ 25-നുള്ളിൽ ലഭ്യമായിട്ടുള്ള അപേക്ഷകൾ മാത്രമാണ് ഇപ്രകാരം പരിഗണിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് 2024 ഇത് 2025 എന്ന് പറഞ്ഞുകൊണ്ട് ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി 1ാം വർഷം പൂർത്തിയാക്കുകയും 2ാം വർഷ പഠനം മുടങ്ങുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് 2ാം വർഷ തുടർ പഠിക്കണം എന്നുണ്ടെങ്കിൽ 2ാം വർഷത്തേക്ക് പുനഃപ്രവേശനം നേടാം. അതായത് ഇവിടെ പുനഃപ്രവേശനം നിങ്ങൾക്ക് നേടാൻ സാധിക്കും, അതായത് റീ അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ 1ാം വർഷ പരീക്ഷ എഴുതാത്തവർക്ക് 1ാം വർഷ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഇംപ്രൂവ്മെന്റ് പരീക്ഷയോടും 1ാം വർഷത്തെ 2ാം ഭാഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടതും തുടർ മൂല്യനിർണ്ണയത്തിന് വിധേയരാകേണ്ടതുമാണ്. ഇത്തരം വിദ്യാർത്ഥികൾക്ക് സീറ്റുകളുടെ ലഭ്യതയ്ക്ക് വിധേയമായി 2ാം വർഷത്തേക്ക് പുനഃപ്രവേശനം അനുവദിക്കുന്നതിനുള്ള അധികാരം ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കായിരിക്കും. അതായത് വിവിധ കാര്യങ്ങൾക്ക് വിവിധ ഡയറക്ടർമാർക്കും അതുപോലെ സ്കൂൾ പ്രിൻസിപ്പൽമാർക്കും ഈ ഒരു അധികാരം മാറ്റമൊക്കെയുണ്ട്. അപ്പോൾ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 2024 ജൂൺ 25-നുള്ളിൽ, ഇത് 2025 എന്ന് പറഞ്ഞുകൊണ്ട് ചേഞ്ച് ആവുന്നതാണ്. അപേക്ഷിക്കുന്നവരെ മാത്രമേ പുനഃപ്രവേശനത്തിനായിട്ട് അപേക്ഷിക്കുള്ളൂ, അതായത് പരിഗണിക്കുള്ളൂ. ജൂൺ 25-നുള്ളിൽ ഈ ഒരു പുനഃപ്രവേശനം വേണമെങ്കിൽ അപേക്ഷിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഉത്തരവ് പ്രകാരം കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂൾ മുഖേന റെഗുലർ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കീമിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് 2ാം വർഷ റെഗുലർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രവേശനം അനുവദിക്കാവുന്നതാണ്. പ്രവേശനം നേടുന്ന റെഗുലർ സ്കൂളിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി സീറ്റുകൾ ഒഴിവുണ്ടായിരിക്കണം. സ്കൂൾ മാറ്റത്തിന് ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളെ പരിഗണിക്കുമ്പോൾ ഈ ഒരു അപേക്ഷയിൽ റെഗുലർ വിദ്യാർത്ഥികൾക്കാണ് മുൻഗണന നൽകേണ്ടത്. 2ാം വർഷത്തേക്കുള്ള ഓപ്പൺ സ്കൂൾ അപേക്ഷന് +1 കോഴ്സിന് നിശ്ചയിച്ചിട്ടുള്ള ഉയർന്ന പ്രായപരിധി കവിയാൻ പാടില്ലതാവുന്നു. അതുപോലെ തന്നെ അപേക്ഷകർ ഓപ്പൺ സ്കൂളിൽ പഠിച്ചിരുന്ന അതേ സബ്ജക്റ്റ് കോമ്പിനേഷനോട് കൂടിയുള്ള 2ാം ഭാഷ ഉൾപ്പെടെ സ്കൂളിലേക്കാണ് പ്രവേശനം തേടേണ്ടത്. പ്രവേശനം നേടാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ വ്യക്തമായ വേക്കൻസി റിപ്പോർട്ട്, സമ്മതപത്രം എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. പ്രവേശനം നേടിയ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾ PTA ഫണ്ടിന് പുറമെ +1 +2 കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ ഫീസ് കൂടി നൽകേണ്ടതാണ്. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളെ സ്കൂൾ മാറ്റ അപേക്ഷകൾ പരിഗണിച്ച് അർഹരായവർക്ക് മാറ്റം അനുവദിച്ച് ഈ ഒരു ഉത്തരവ് നൽകേണ്ടതിന് ഉത്തരവാദിത്തം ബന്ധപ്പെട്ട റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കായിരിക്കും. അപ്പോൾ ഈ ഒരു 2025 ജൂൺ 25-നുള്ളിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അത് റെഗുലർ വിഭാഗം, അതായത് നിങ്ങൾ അലോട്ട്മെൻറ്റ് മുഖേന പ്രവേശനം നേടിയവരാണെങ്കിൽ ജൂൺ 15-നുള്ളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്കൂൾ മാറ്റത്തിനുള്ള അപേക്ഷ നൽകുമ്പോൾ സ്വന്തം അപേക്ഷയോടൊപ്പം അപേക്ഷകൻ +1 കോഴ്സിന് പഠിച്ചിരുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ വ്യക്തമാക്കുന്ന ഓപ്പൺ സ്കൂൾ ഡയറക്ടറുടെ NOC, അതായത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, പ്രവേശനം നേടാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ വേക്കൻസി റിപ്പോർട്ട്, സമ്മതപത്രം എന്നിവ സമർപ്പിക്കേണ്ടതും പ്രവേശന സമയത്ത് ഓപ്പൺ സ്കൂളിൽ നിന്നുള്ള TC ഹാജരാക്കേണ്ടതുമാണ്. 2ാം വർഷ ക്ലാസ് ആരംഭിച്ച ശേഷം 30 ദിവസത്തിനകം എല്ലാ വിഭാഗത്തിലെയും സ്കൂൾ മാറ്റ പുനഃപ്രവേശന നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്കൂൾ ട്രാൻസ്ഫർ വേണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ വേക്കൻസി വേണ്ടത് ആ ഒരു സ്കൂളിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെയിം കോഴ്സ് കോമ്പിനേഷനിൽ സെക്കൻഡ് ലാംഗ്വേജിൽ വേക്കൻസി ഉണ്ടായിരിക്കണം. അതുപോലെ ആ ഒരു സ്കൂളിൽ നിന്ന് നിങ്ങൾ വേക്കൻസി റിപ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും ഈ ഒരു എതിർപ്പൊന്നും ഇല്ല എന്നുള്ള കാര്യം തെളിയിക്കാനായിട്ട് നിങ്ങൾ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ വേക്കൻസി ഉണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ജൂൺ 15-നുള്ളിൽ നിങ്ങളുടെ ഈ ഒരു അപേക്ഷയൊക്കെ സമർപ്പിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.